സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് നിങ്ങളതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സുകളെക്കുറിച്ചും മറ്റ് ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് പോകാം. മാർക്കറ്റ് അതിൻ്റെ പീക്കിലെത്തി നിൽക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഈ ഒരു ഹോളിഡേ നമ്മളുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നത്. മാർക്കറ്റ് ഇന്ന് നിഫ്റ്റി 19,011 ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത്. ദെൻ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 44,508, 44,497 ആയിരുന്നു പ്രീവിയസ് വാല്യൂ. അത് 508 ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് മാറും. അടുത്ത ട്രേഡിംഗ് ഡേയിൽ വീണ്ടും മുകളിലോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സെൻസെക്സ് 64,050 എത്തിയിട്ടുണ്ട്. ഫിൻ നിഫ്റ്റി 19,950 ഇന്ന് 20,000 ടച്ച് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അത് നടന്നിട്ടില്ല. അതിനു മുമ്പേ മാർക്കറ്റ് അവസാനിക്കുകയാണ്. ഇത് എന്തായാലും നാളെ മാർക്കറ്റ് ഹോളിഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്. ഇന്ന് 2023 ജൂൺ 28 ബുധനാഴ്ച. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ US മാർക്കറ്റ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഓപ്പൺ ആയതേ ഉള്ളൂ. എന്തായാലും മാർക്കറ്റ് ഇപ്പോൾ ബെയറിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ്, ഓൾ ഓവർ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ബുള്ളിഷാണ്. പക്ഷേ ഇൻട്രാഡേയിൽ ഇത് ഓപ്പൺ ആയിട്ട് നിന്നും താഴോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നല്ല ബുള്ളിഷ് ആയിട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ഗ്രീനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടും മാർക്കറ്റും ഇപ്പോൾ റണ്ണിങ്ങിലാണ്. ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാം തന്നെ പച്ച കത്തിച്ച് നിൽക്കുകയാണ്. അതായത് SGX നിഫ്റ്റിയാണ് നമ്മളെ ബാധിക്കുന്നത്. 19,972 ഇപ്പോൾ 18,972 161 പോയിന്റ് മുകളിലായിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. പിന്നെ റെഡിലുള്ളത് കോസ്പി, SCT കമ്പോസിറ്റ്, ജക്കാർത്ത, ഇത് മൂന്നെണ്ണമാണ് റെഡിലുള്ളത്. ബാക്കിയെല്ലാം തന്നെ ഗ്രീനിലാണ് ഏഷ്യൻ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ ഇന്നലെ $69.15 ഉണ്ടായത് കുറഞ്ഞിട്ട് $67.34 മാറിയിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് ഇന്നലെ $1,915.18 ഉണ്ടായത് വീണ്ടും താഴോട്ടാണ് വന്നിരിക്കുന്നത്. 1,905.80 മാറിയിട്ടുണ്ട്. ദെൻ എക്സ്ചേഞ്ച് റേറ്റ് USD INR മാറ്റമില്ലാതെ തുടരുന്നുണ്ട്. ഒരു പൈസയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡെയിലി മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നലെ 82.03 ഉണ്ടായത് ഇന്ന് 82.05 ആയിട്ടുണ്ട്. ചെറിയ ഒരു 2 പൈസയുടെ സ്ലിപ്പായിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി സ്റ്റോക്കുകൾ ഇന്ന് 2% കൂടുതൽ പ്രോഫിറ്റ് നേടിയിട്ടുണ്ട്. ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന നിഫ്റ്റിയിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള എല്ലാ ഒട്ടുമിക്ക സ്റ്റോക്കുകളും ഇന്ന് 2% കൂടുതൽ പ്രോഫിറ്റ് നേടിയിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സ്, സൺഫാർമ, SBI ലൈഫ്, REC ലിമിറ്റഡ്, PFC, NTPC, JSW സ്റ്റീൽ, ഇൻഫി, IDFC ഫസ്റ്റ് ബാങ്ക്, ICICI, GI, HDFC ലൈഫ്, HDFC ബാങ്ക്, HDFC, ദെൻ ഡിവിസ് ലാബ്, ചോല ഫിനാൻസ്, ദെൻ BPCL, ഭാരതി എയർടെൽ, ബജാജ് ഓട്ടോ, ആക്സിസ് ബാങ്ക്, അദാനി പോർട്സ്, അദാനി എൻ്റർപ്രൈസസ്, ഇത്രയും കമ്പനികൾ ഇന്ന് 2% കൂടുതൽ പ്രോഫിറ്റ് നേടിയിട്ടുണ്ട്. അദാനി എൻ്റർപ്രൈസസ് 5%, അദാനി പോർട്സ് 4% നേടിയിട്ടുണ്ട്. അതുപോലെ ടാറ്റ മോട്ടോഴ്സ് ഇന്ന് 3% കൂടുതൽ പ്രോഫിറ്റ് നേടിയിട്ടുണ്ട്. ദെൻ സൺഫാർമ 3% കൂടുതൽ, JSW സ്റ്റീൽ 5% പ്രോഫിറ്റ് നേടിയിട്ടുണ്ട്. HDFC ലൈഫ് 4%, ചോല ഫിനാൻസ് 4%. ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്നത്തെ ഈ പ്രോഫിറ്റിൻ്റെ ലിസ്റ്റിൽ. ലോസിൻ്റെ ലിസ്റ്റിൽ ഒന്നും തന്നെ സ്ക്രീനർ കാണിച്ചു തന്നിട്ടില്ല. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 21,017 കോടിയുടെ ബൈയിങ്ങും 8,667 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 12,350 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 13,978 കോടിയുടെ ബൈയിങ്ങും 14,999 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 1,021 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 11,329 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്നലെ 1.21 ആയിരുന്നു. അത് ഇന്ന് വർദ്ധിച്ചിട്ട് 1.30 ആയിട്ടുണ്ട്. സ്റ്റിൽ മാർക്കറ്റ് ബുള്ളിഷ് എന്ന ഒരു സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സ്പോട്ട് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന 18,972 ആണ്. അവിടെ നിന്ന് 3 പോയിന്റ് മുകളിലായിട്ട് 18,975 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഈ ട്രേഡിംഗ് ഇപ്പോൾ അവസാനിച്ചു. കാരണം ഫ്യൂച്ചർ ഇന്ന് എക്സ്പയർ ആയി. ഇനി പുതിയ ഫ്യൂച്ചറിന്റെ പ്രൈസ് വെള്ളിയാഴ്ചയോടുകൂടി നമുക്ക് കിട്ടും. ആ സമയത്തേക്ക് നോക്കാം. അതേപോലെ ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇന്നലെ 1.46 ആയിരുന്നു. അന്ന് ഇതിപ്പോൾ 1.31 ആയി മാറിയിട്ടുണ്ട്. സ്പോട്ട് 44,328 ട്രേഡിംഗ് നടക്കുമ്പോൾ അവിടെ നിന്ന് 12 പോയിന്റ് മുകളിലായിട്ട് 44,340 ഫ്യൂച്ചർ എക്സ്പയർ ആയിരിക്കുന്നത്.
സെക്ടറൽ ഇൻഡൈസസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മീഡിയ മാത്രമാണ് ഇന്ന് റെഡിൽ അവസാനിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം നിഫ്റ്റി IT PSU ബാങ്ക് CPSE അങ്ങനെ തുടങ്ങിയ എല്ലാ സെക്ടറുകളും ഇന്ന് ഗ്രീനിലാണ് അവസാനിച്ചിട്ടുള്ളത്. 30-ാം തീയതി വെള്ളിയാഴ്ച റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന മേജർ കമ്പനീസ് നോക്കുകയാണെങ്കിൽ മേജർ കമ്പനീസ് ഒന്നും തന്നെ അതിനകത്തില്ല. JSCT ലിമിറ്റഡ്, നോവ അയൺ സ്റ്റീൽ ലിമിറ്റഡ്, സീറ്റ ഇൻഡസ്ട്രീസ്, ദിപ്ന ഫാർമ കെമിക്കൽസ് ലിമിറ്റഡ്, ബോത്ത് ട്രീ കൺസൾട്ടിങ്, ഇതെല്ലാം തന്നെ പെന്നി സ്റ്റോക്ക് കാറ്റഗറിയിൽ 25 രൂപയിൽ താഴെ മാത്രം പ്രൈസുള്ള സ്റ്റോക്കുകളാണ്. ഇവയുടെ റിസൾട്ട് മാത്രമാണ് ഈ വെള്ളിയാഴ്ച വരാനുള്ളത്. അടുത്ത ബുധനാഴ്ച ജൂലൈ 5-ാം തീയതി കോർപ്പറേറ്റ് ആക്ഷൻസ് ഉള്ള കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബെൻസാലി എഞ്ചിനീയറിംഗ് ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 1:2 എന്ന റേഷ്യോയിലാണ് പോകുന്നത്. ദീപക് സ്പിന്നേഴ്സ് 2 രൂപ 50 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. എംഫസിസ് 50 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. സുന്ദരം ഫിനാൻസ് 15 രൂപ പെർ ഷെയർ ഡിവിഡൻഡ്. അടുത്ത ബുധനാഴ്ച ജൂലൈ 5-ാം തീയതിയാണ് ഇതൊക്കെ നടക്കുന്നത്. പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 18,817 നിന്നും 91 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 18,908 ഇന്ന് ആരംഭിച്ചത്. 19,011 ഡേ ഹൈയും ഓൾ ടൈം ഹൈ ആണത്, ഡേ ഹൈയും. അതേപോലെ 18,861 ഡേ ലോയും വന്നത് വഴി 150 പോയിന്റ് അഥവാ 0.79% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 18,908 നിന്നും 64 പോയിന്റ് മുകളിലായിട്ട് 18,972 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 155 പോയിന്റ് മുകളിലായിട്ടാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. സെൻസെക്സ് ഇന്നലെ അവസാനിച്ച 63,416 നിന്നും 286 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 63,701 ഇന്ന് ആരംഭിച്ചത്. 64,050 ഡേ ഹൈയും അതേപോലെ 63,554 ഡേ ലോയും വന്നത് വഴി 496 പോയിന്റിന് അഥവാ 0.78% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 63,701 നിന്ന് 214 പോയിന്റ് മുകളിലായിട്ട് 63,915 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 499 പോയിന്റ് മുകളിലായിട്ടാണ് സെൻസെക്സ് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് ആരംഭിച്ചത് അതായത് 1.02% വർദ്ധിച്ചുകൊണ്ട് 10.88 ഇന്ന് വൊളാറ്റിലിറ്റി ഇൻഡെക്സ് അവസാനിച്ചിരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണയായിട്ട് മാർക്കറ്റ് താഴോട്ട് പോകുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക ഇന്ത്യ വിക്സ് കൂടുന്നത്. മാർക്കറ്റ് മുകളിലോട്ട് കയറുമ്പോൾ ഇന്ത്യ വിക്സ് കുറയുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷേ ഓൾ ടൈം ഹൈയിൽ നിന്നും മുകളിലോട്ട് പോകുമ്പോൾ ഇനി വൊളാറ്റിലിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 44,121 നിന്ന് 298 പോയിന്റ് ഗ്യാപ്പോട് കൂടി 44,419 ഇന്ന് ആരംഭിച്ചത്. 44,508 ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ ഡേ ഹൈയും 44,163 ഡേ ലോയും വന്നത് വഴി 345 പോയിന്റിന്റെ അഥവാ 0.78% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 44,419 നിന്ന് 92 പോയിന്റ് താഴെയായിട്ട് 44,327 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 206 പോയിന്റ് മുകളിലായിട്ടാണ് ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 19,788 നിന്നും 129 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 19,917 ഇന്ന് ആരംഭിച്ചത്. 19,954 ഡേ ഹൈയും 19,812 ഡേ ലോയും വന്നത് വഴി 143 പോയിന്റ് അഥവാ 0.72% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 19,917 നിന്നും 22 പോയിന്റ് താഴെയായിട്ട് 19,895 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 107 പോയിന്റ് മുകളിലായിട്ടാണ് ഇന്നത്തെ ക്ലോസിംഗ് സംഭവിച്ചിരിക്കുന്നത്. ബാങ്ക് എക്സ് ഇന്നലെ അവസാനിച്ച 49,886 നിന്നും 262 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 50,149 ഇന്ന് ആരംഭിച്ചത്. 50,296 ഡേ ഹൈയും 49,908 ഡേ ലോയും വന്നത് വഴി 387 പോയിന്റിന്റെ ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 50,149 നിന്നും 42 പോയിന്റ് താഴെയായിട്ട് 50,107 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 220 പോയിന്റ് മുകളിലായിട്ടാണ് മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ലെവൽസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് നമ്മളെ R2 ആണ് ഇന്ന് ഓപ്പൺ ആയത്. അവിടെ നിന്ന് നേരെ സ്ട്രൈറ്റ് മുകളിലോട്ട് പോയിരുന്നു. ഓപ്പൺ ആയ സ്ഥലത്ത് നിന്ന് നേരെ വന്ന് R2 സപ്പോർട്ട് എടുത്ത് തിരിച്ച് നേരെ കയറി പോവുകയാണ് ചെയ്തത്. സോ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് ഇവിടെ നടക്കണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത്രയും ഉള്ള ഒരു ചെറിയൊരു ഗ്യാപ്പ് അവിടെ വിട്ടിട്ടാണ് പോകുന്നത് എന്നുള്ളത്. പക്ഷേ 3 ദിവസം മുമ്പ് അത് ഓൾറെഡി ഫില്ല് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇറങ്ങി വന്നത്. സോ നമുക്ക് അതിനെക്കുറിച്ച് വളരെയധികം വറീഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ ഇവിടെ ഫില്ലിങ് ഓൾറെഡി നല്ലൊരു കൺസൾട്ടേഷനിൽ അത് ഫില്ല് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇന്ന് അത് ചാടിക്കടന്ന് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഫില്ല് ചെയ്യാൻ ഇനി ഒരു ഓൾ ടൈം ഹൈ ഏതാണോ ഫിക്സ് ആവുന്നത് അതിന് ശേഷം മാർക്കറ്റ് ഇറങ്ങി വരും. അപ്പോൾ മാത്രമേ ഇനി ഒരു ഫില്ലിംഗ് ഉണ്ടെങ്കിൽ അത് ഉണ്ടാവുള്ളൂ. എന്തായാലും ഇന്ന് വൺ സൈഡ് മൂവ്മെൻറ്റ് സ്ട്രൈറ്റ് അപ്പായിരുന്നു മാർക്കറ്റ് കൊടുത്തത്. വളരെ നല്ല മൂവ്മെൻറ്റ് R3, R4, R5 വരെയും പോയിട്ട് തിരിച്ചിറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മനോഹരമായ ഒരു എല്ലാവരും തന്നെ 100%, 80% ഒക്കെ പ്രോഫിറ്റ് എടുത്ത് വളരെ ഹാപ്പിയായ ഒരു ദിവസമാണ് ഇന്ന് ഓപ്ഷൻ ബയേഴ്സ്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി പക്ഷേ വളരെ മോശമായ ഒരു ദിവസമായിരുന്നു. ഇന്ന് കാര്യമായ ഒരു മൂവ്മെൻറ്റ് ഇന്ന്
ഇന്നത്തെ ഓപ്പണിംഗ് പോലും കട്ട് ചെയ്യാൻ സാധിക്കാത്ത രീതിയിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ മൂവ്മെൻറ്റ് ഉണ്ടായത്. വലിയൊരു ട്രേഡൊന്നും തന്നെ അതിനകത്ത് ആർക്കും കിട്ടിയതായിട്ട് തോന്നുന്നില്ല. പക്ഷേ ചെറിയ ട്രേഡുകൾ ഒരു 1 or 2 ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു 20% ഒക്കെ പ്രോഫിറ്റിൽ ഉള്ള ട്രേഡുകളാണ് ഇന്ന് അതിനകത്ത് കിട്ടിയിട്ടുള്ളത്. ഫിൻ നിഫ്റ്റിയും മറിച്ചല്ല. ഫിൻ നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് വളരെ ഒരു ശോകമൂകമായ ഒരു അന്തരീക്ഷമായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ അവിടെ ഒരു റിജക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. പക്ഷേ നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് നിഫ്റ്റി തന്നതുപോലെ തന്നിട്ടാണ് ഈ ഒരു ഇങ്ങനെ ആയതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ കാര്യമായ ഒരു മൂവ്മെൻ്റ് ഒന്നും തന്നെ തന്നിട്ടില്ല. സെൻസെക്സ് വളരെ മനോഹരമായ മൂവ്മെൻ്റാണ് ഇന്ന് തന്നത്. സെൻസെക്സിൽ ഒരുപാട് അഡീഷണൽ ലെവൽസ് വരക്കേണ്ടതായതുകൊണ്ട് തന്നെ ആ സമയത്ത് അത് വരച്ചില്ല. പിന്നീട് അത് ഒരു സെർട്ടൻ ലെവലിൽ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇനി ഒരു ചാർട്ട് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി അതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് ലെവൽ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഇന്നലെ ഇത് അനലൈസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 19,908 മുകളിലായിട്ട് നാളെ ഒരു ഓൾ ടൈം ഹൈ കിട്ടും എന്നുള്ളത്. പക്ഷേ അത് ഓൾ ടൈം ഹൈ എന്നത് പറയുന്നത് 19,000 മുകളിൽ തന്നെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഒരു ട്രേഡിംഗ് ഡേ കൂടി ബാക്കിയുണ്ട്. വെള്ളിയാഴ്ച നമുക്ക് മിക്കവാറും നിഫ്റ്റി പ്രോപ്പറായി പോകുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ മാസത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് 19,155 എന്ന ലെവല് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അതല്ല തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഇവിടെ ഇനി വരുന്നത് ഇന്ന് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിലൂടെ മാർക്കറ്റ് തിരിച്ചിറങ്ങുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ കാണാം. മോസ്റ്റ് പ്രോബബ്ലി ഞാൻ പ്രതീക്ഷിക്കുന്നത് വെള്ളിയാഴ്ച നമുക്ക് 19,155 ടച്ച് ചെയ്യും എന്നാണ്. ഇതുവരെയുള്ള എല്ലാ മാസങ്ങളിലും ഈ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാസവും അച്ചീവ് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പാണ് എനിക്ക് തോന്നുന്ന ഒരു ഫുൾ സ്റ്റോപ്പായിട്ടാണ് മോസ്റ്റ് പ്രോബബ്ലി. ഇനി ഇതിന് അതിൻ്റേതായ ഒരു സീരിയസ്നെസ് കൊടുക്കണ്ട എങ്കിൽ നമുക്ക് മുന്നോട്ട് തന്നെ പോകും എന്ന് പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ ഇത് ഇപ്പോൾ തന്നിരിക്കുന്ന സിഗ്നൽ പ്രകാരമാണെങ്കിൽ ഈ ഒരു സിഗ്നൽ പ്രകാരമാണെങ്കിൽ നാളെ ഇതിൻ്റെ താഴെയായിട്ട് മാത്രമേ മാർക്കറ്റ് ഓപ്പൺ ആവുകയുള്ളൂ. മുകളിൽ ഓപ്പൺ ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അതല്ല ഇതൊരു ന്യൂസിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ക്ഷീണത്തിൽ സംഭവിച്ചു പോയതാണെങ്കിൽ നമുക്ക് അതായത് അടുത്ത ട്രേഡിംഗ് ഡേയ്സിൽ നമ്മളെ മന്ത്ലി ടാർഗറ്റ് കംപ്ലീറ്റ് ടാർഗറ്റും 44,596 എന്ന മന്ത്ലി ടാർഗറ്റ് അച്ചീവ് ചെയ്തു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരിക്കും അത് അച്ചീവ് ചെയ്യേണ്ടത് കുറേ മുകളിലാണ്. പക്ഷേ ഇടയ്ക്ക് ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ 44,596 അച്ചീവ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പോൾ തന്നിരിക്കുന്ന സിഗ്നൽ പ്രകാരമാണെങ്കിൽ അത് തിരിച്ചിറങ്ങി വരികയാണ് വേണ്ടത്. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് വെള്ളിയാഴ്ച നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയാം. ഇനി ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി ബ്രേക്ക് ഔട്ട് ഓൾറെഡി നമ്മൾ സംസാരിച്ചതാണ്. ആ ബ്രേക്ക് ഔട്ട് നല്ല രീതിയിൽ കൺഫേം ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റ് തന്നെ ഇന്ന് തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു എന്താ പറയുക ഈവനിങ് സ്റ്റാറിൻ്റെ രീതിയിലുള്ള ഒരു ക്യാൻഡിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ എന്ത് സംഭവിക്കും? ശരിക്കും ഇത് വരേണ്ടത് ഇനി ഇങ്ങനെ ഒരു ക്യാൻഡിലാണ് ഇവിടെ താഴോട്ടാണ് ഇനി വരേണ്ടത്. പക്ഷേ ഇത് ഇന്നത്തെ ഒരു ഓൾ ടൈം ഹൈ വന്നതുകൊണ്ടുള്ള ഒരു അതായത് ട്രേഡേഴ്സിന് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. മാർക്കറ്റ് മുകളിലോട്ടാണോ താഴോട്ടാണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഡോജി ഒരു അൺസർട്ടനിറ്റി വന്നത്. സോ അങ്ങനെയാണെങ്കിൽ നാളെ വരുന്നത് നല്ലൊരു ഓപ്പണിംഗ് ആയിരിക്കും. സോ നാളത്തെ കാര്യം നമുക്ക് നാളെ നോക്കാം. അപ്പോൾ ഇതിനകത്ത് സെൻസെക്സ് ആണെങ്കിൽ സെൻസെക്സും നിഫ്റ്റിയും പക്ക കൺഫേം ആയിട്ടുണ്ട് അപ് ട്രെൻഡ്. ഇനി സെൻസെക്സിന് ഇനി ടാർഗറ്റ് ഒന്നുമില്ല. ഈ ടാർഗറ്റ് തന്നെ ഉള്ളൂ ഈ മാസം അച്ചീവ് ചെയ്യാൻ. മോസ്റ്റ് പ്രോബബ്ലി വെള്ളിയാഴ്ച നമുക്ക് അച്ചീവ് ചെയ്യാം. 64,719 ആണ് അത് അച്ചീവ് ചെയ്യേണ്ട ഒരു ടാർഗറ്റ്. 63,969 ഇപ്പോൾ ക്ലോസിംഗ് ഉള്ളത്. ഇന്ന് വന്നിരിക്കുന്ന ഹൈ അതിൻ്റെ മുകളിൽ 64ൻ്റെ മുകളിലാണ്. ഒരു 700 പോയിന്റിന് അച്ചീവ് ചെയ്യാനുണ്ട്. അവിടം വരെ എത്തുമെന്നുള്ളത് കണ്ടറിയേണ്ടി വരും. എന്നാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ദെൻ ഇത്രയാണ് ഇന്നത്തേക്കുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ഈദ് മുബാറക് നേരുന്നു. നമുക്ക് വെള്ളിയാഴ്ച വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.